പ്രിയമുള്ളവരെ, വചനജ്വാല 1615 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 1 ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഒരു പുതിയ മാസത്തിലേക്ക് കൂടി പ്രവേശിക്കുകയാണ്. ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ നമ്മൾ ഒരു പുതിയ അധ്യായത്തിലേക്ക് കൂടി പ്രവേശിക്കുകയാണ്. ഇന്നത്തെ വചനവായനയിൽ ജെറമിയ ആരംഭിക്കുകയാണ്. ജോസിയായുടെ 13ാം ഭരണവർഷമാണ് ജെറമിയ പ്രവാചക വൃത്തി ആരംഭിക്കുന്നത്. പിഴുതെറിയാനും തച്ചുടയ്ക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും നിർമ്മിക്കാനും നട്ടു വളർത്താനുമായിട്ടാണ് ജെറമിയ നിയോഗിക്കപ്പെട്ടത്. പ്രവാചക ദൗത്യം നിറവേറ്റിയതിന്റെ പേരിൽ ശാരീരികമായും മാനസികമായും വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ച വ്യക്തിയാണ് ജെറമിയ. സ്വന്തം ജനത്തിന്റെ മേൽ പ്രസ്താവിക്കേണ്ടി വന്ന വിധിവാചകം ജനസ്നേഹിയായ പ്രവാചകനെ വേദനാജനകമായിരുന്നു എങ്കിലും ഉള്ളിൽ തീ പോലെ ജ്വലിച്ചിരുന്ന ദൈവവചനത്തിന്റെ പ്രചോദനത്തിന് വഴങ്ങേണ്ടി വന്നു. വിഗ്രഹാരാധനയും സാമൂഹ്യ നീതികളും വഴി കർത്താവിനെ തുടരെ പ്രകോപിപ്പിക്കുന്ന ജനത്തിന് വരാൻ പോകുന്ന ശിക്ഷ ഭയാനകമായിരിക്കും. രാജാവും പുരോഹിതനും പ്രവാചനവും ജനവും ഒന്നുപോലെ കുറ്റക്കാരായി തീർന്നിരിക്കുന്നു. താൻ പ്രവചിച്ച അനർത്ഥങ്ങൾ സംഭവിക്കുന്നത് കാണാനുള്ള ഭാഗ്യം ജെറമിയായ്ക്കുണ്ടായി. തടവുകാരോടൊപ്പം ബാബിലോണിലേക്ക് നയിക്കപ്പെടാതെ ജെറമിയ ജെറൂസലേമിൽ നഷ്ടശിഷ്ടങ്ങൾക്കിടയിൽ തങ്ങിയെങ്കിലും പിന്നീട് ഈജിപ്തിലേക്ക് നാടുകടത്തപ്പെട്ടു. അവിടെ വെച്ചാണ് ജെറമിയ പ്രവാചകൻ മരിക്കുന്നത്. നമുക്ക് ഇന്നു മുതൽ ജെറമിയ നമ്മൾ ആരംഭിക്കുകയാണ്. 1-ാം അധ്യായം 1 മുതൽ 19 വരെ ഈ അധ്യായം മുഴുവനാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്നത്. ജെറമിയായെ വിളിക്കുന്നു. ബെഞ്ചമിൻ ദേശത്ത് അനത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയായുടെ മകൻ ജെറമിയായുടെ വാക്കുകൾ. യൂദാ രാജാവായ ആമോന്റെ മകൻ ജോസിയായുടെ വാഴ്ചയുടെ 13ാം വർഷം ജെറമിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. യൂദാ രാജാവായ ജോസിയായുടെ മകൻ യഹോയാക്കീമിന്റെ കാലത്തും ജോസിയ രാജാവിന്റെ മകൻ സെദക്കിയായുടെ ഭരണത്തിന്റെ 11ാം വർഷം 5-ാം മാസം ജെറൂസലേം നിവാസികൾ നാടുകടത്തപ്പെടുന്നത് വരെയും അവനെ കർത്താവിന്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ നിന്നെ ഞാൻ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നത് എന്തും നീ സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എന്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടു വളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ ഞാൻ നിന്നെ അവരോധിച്ചിരിക്കുന്നു. കർത്താവ് എന്നോട് ചോദിച്ചു, ജെറമിയ, നീ എന്ത് കാണുന്നു? ജാഗ്രതാ വൃക്ഷത്തിന്റെ ഒരു ശാഖ, ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നീ കണ്ടത് ശരി. എന്റെ വചനം നിവർത്തിക്കാൻ
ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. കർത്താവ് വീണ്ടും എന്നോട് ചോദിച്ചു, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, തിളയ്ക്കുന്ന ഒരു പാത്രം വടക്ക് നിന്നും ചെരിയുന്നത് ഞാൻ കാണുന്നു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, ഈ ദേശത്ത് വസിക്കുന്നവരെ മുഴുവൻ ഗ്രസിക്കുന്ന ദുരന്തം വടക്ക് നിന്ന് തിളച്ചൊഴുകും. ഉത്തരദിക്കിലെ സകല രാജവംശങ്ങളെയും ഞാൻ വിളിച്ചു വരുത്തുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവർ ഓരോരുത്തരും വന്ന് തങ്ങളുടെ സിംഹാസനം ജെറൂസലേമിന്റെ പ്രവേശന കവാടങ്ങളിലും ചുറ്റുമുള്ള മതിലുകളുടെ മുൻപിലും യൂദയായുടെ നഗരങ്ങൾക്ക് മുൻപിലും സ്ഥാപിക്കും. അവർ ചെയ്ത എല്ലാ ദുഷ്ടതയ്ക്കും ഞാൻ അവരുടെ മേൽ വിധി പ്രസ്താവിക്കും. അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ധൂപം അർപ്പിച്ചു, സ്വന്തം കരവേലകളെ ആരാധിച്ചു. നീ എഴുന്നേറ്റ് അരമുറുക്കുക, ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക. അവരെ നീ ഭയപ്പെടേണ്ട. ഭയപ്പെട്ടാൽ അവരുടെ മുൻപിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും. ദേശത്തിന് മുഴുവനും യൂദയായിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കും എതിരെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പു തൂണും പിച്ചള മതിലും ആയി ഇന്ന് ഞാൻ നിന്നെ ഉറപ്പിക്കും. അവൻ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയായ വിശുദ്ധ ബ്രിജീത്ത പുണ്യവതിയെ അനുസ്മരിക്കുന്നു. അയർലൻഡിന്റെ മധ്യസ്ഥയായ വിശുദ്ധ ബ്രിജീത്ത അൾസ്റ്റൈറിൽ 450 ഭൂജാതയായി. ചെറുപ്പത്തിൽ തന്നെ അവൾ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുകയും അവൾക്ക് സ്വന്തമായുണ്ടായിരുന്ന സമസ്തവും ദരിദ്രർക്കായി മാറ്റിവെക്കുകയുമുണ്ടായി. എത്രയും സൗന്ദര്യവതിയായ ബ്രിജീത്തയെ കാമുകന്മാർ സമീപിച്ചപ്പോൾ തൻ്റെ വ്രതത്തിന് ഭംഗം വരാതിരിക്കാൻ വേണ്ടി തന്നെ വിരൂപയാക്കണമേ എന്ന് അവൾ പ്രാർത്ഥിച്ചു. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. ഒരു കണ്ണിൽ നീര് വന്നു, മുഖം വിരൂപയായി. കാമുകന്മാരെല്ലാവരും തന്നെ ഒഴിഞ്ഞുപോയി. 20-ാമത്തെ വയസ്സിൽ ബ്രിജീത്ത തന്റെ സമർപ്പണത്തെപ്പറ്റി വിശുദ്ധ പാട്രിക്കിന്റെ സഹോദരപുത്രനായ വിശുദ്ധ മെല്ലിനോട് സംസാരിച്ചു. നിശ്ചിത ദിവസം സ്ഥലത്തെ ബിഷപ്പ് വിശുദ്ധ പാട്രിക് സജ്ജമാക്കിയിരുന്ന ക്രമമനുസരിച്ച് പ്രാർത്ഥനകൾ ചൊല്ലി ബ്രിജീത്തയ്ക്ക് ഒരു വെള്ളയുടുപ്പും ശിരോവസ്ത്രവും നൽകി. തത്സമയം അവളുടെ കണ്ണ് സുഖപ്പെട്ടു. അവളുടെ സൗന്ദര്യം മുഴുവനും തിരിച്ചു കിട്ടി. ഇത് കണ്ട് പല സ്ത്രീകളും മാതാപിതാക്കന്മാരുടെ അനുവാദത്തോടെ ബ്രിജീത്തയുടെ ശിക്ഷണത്തിൽ ജീവിക്കാൻ തുടങ്ങി. അയർലൻഡിന്റെ 1-ാമത്തെ മഠം അങ്ങനെ സ്ഥാപിതമായി. താമസിയാതെ കിൽദാരിൽ മറ്റൊരു മഠം തുടങ്ങി. ദരിദ്രരോടുള്ള അവളുടെ അനുകമ്പയെപ്പറ്റി ഐതിഹ്യങ്ങൾ പലതുണ്ട്. ചിലപ്പോൾ തിരുവസ്ത്രങ്ങൾ വിറ്റാണ് ദരിദ്രരെ സഹായിച്ചിട്ടുള്ളത്. കിൽദാരിലേക്ക് ജനങ്ങൾ തിങ്ങിക്കൂടി. ക്രമേണ അതൊരു നഗരമായി മാറി. ബ്രിജീത്തയുടെ അഭ്യർത്ഥന പ്രകാരം കിൽദാരെ ഒരു രൂപതാ കേന്ദ്രമാക്കുകയും കോൺലാത്ത് എന്നൊരു വൈദികനെ അവിടുത്തെ മെത്രാനായി നിയമിക്കുകയും ചെയ്തു. ബ്രിജീത്തയുടെ 50 കൊല്ലത്തെ സമർപ്പിച്ച ജീവിതം കൊണ്ട് അയർലൻഡ് മുഴുവനും അവരുടെ സ്ഥാപനങ്ങളുടെ സമാധാനം ആസ്വദിച്ചു തുടങ്ങി. ദീർഘമായ അധ്വാനത്താൽ ക്ഷീണിതയായ ബ്രിജീത്ത 523 ഫെബ്രുവരി 1-ാം തീയതി ദിവംഗതയായി. പ്രിയമുള്ളവരെ, കന്യകയായ വിശുദ്ധ ബ്രിജീത്തയോടുള്ള മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.